വഖദ് കാന മുജാഹിദുൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. എവിടെ? ഈ ഖൗലിഹി തആല, അള്ളാന്റെ വാക്ക്. എന്താ അള്ളാന്റെ വാക്ക്? വംറഅതു ഹമ്മാലത്തുൽ ഹതബ്. തബ്ബത്ത് സൂറത്തിലുണ്ടല്ലത്, വംറഅതു ഹമ്മാലത്തുൽ ഹതബ് എന്ന്. അബൂലഹബിന്റെ ഭാര്യ അഥവാ വിറക് കെട്ട് വഹിക്കുന്നവൾ നല്ല പേരർത്ഥം. ആവട്ടെ, എന്താണ് വംറഅതു ഹമ്മാലത്തുൽ ഹതബിനെ കുറിച്ച് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കാം. ഖാല, അതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാൻ പറയുന്നു, കാനത്ത് തംശി ബിൻ നമീമത്തി ബൈനൻ നാസി. അബൂലഹബിന്റെ ഭാര്യയായിരിക്കുന്ന ഉമ്മു ജമീലിന്റെ പണി ജനങ്ങൾക്കിടയിൽ ഏഷണി കൂട്ടുന്ന പണിയായിരുന്നു എന്നാ. തമ്മിൽ തെറ്റിക്കാൻ കത്തറുണ്ടാകുന്ന പണിയാണ്. ഇങ്ങനെ ഏഷണിക്കാരത്തിയായിരുന്നു ആ പെണ്ണ് എന്നാ മഹാൻ അതിന് വ്യാഖ്യാനിച്ചത്. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ എന്താണ് അവർക്ക് കിട്ടിയത്? അത് നമുക്ക് കിട്ടും. എഴുതുമില്ല. വക്കാന അക്തബിനു സ്വൈഹി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മിൻ അലാമത്തിൻ നമ്മാമി ഈബത്ത് നമീമത്തി, ഏഷണി, പരദൂഷണ ഏഷണിയാണല്ലോ. ഏഷണിയുടെ അടയാളത്തിൽപ്പെട്ടതാണ് അസ്ഇല്ലു ബൈനന്നാസി, ജനങ്ങൾക്കിടയിലുള്ള നിന്ദത. അതങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു ഇസ്സത്ത് ഉണ്ടാവില്ലല്ലോ, നിന്ദനായി പോവുകയല്ലേ ഉണ്ടാവുള്ളൂ. ഫലാതകാദു തറാഹു അസീസൻ അബദ, ഒരിക്കലും ഒരു യോഗ്യരായിട്ട് താങ്കൾക്ക് അവനെ കാണാൻ അടുക്കയാകൂല. അപ്പൊ നിന്ദനായിട്ടേ കാണാൻ പറ്റുന്നത് നമീമത്ത് പറയുന്ന അടയാളത്തിൽപ്പെട്ടതാണത്. വക്കാന യഹ്യ ബിനു അബീ കസീർ റഹിമഹുല്ലാഹു തആല യഖൂൽ, മൂപ്പര് പറയുന്നു, അന്നമ്മാമു ശർറു മിനസ് സാഹിരി, മാരണക്കാരനേക്കാൾ, സിഹ്ർ പണി നടത്തുന്നവനേക്കാളും നാശകാരിയാണ് ഏഷണിക്കാരൻ. വലാ യശ്ഉറു ബിഹി അഹദുൻ, ഇത്തരം കാര്യം കൊണ്ട് ഒരാളും അറിയുന്നില്ല. ഏറ്റവും വലിയ വസാദ് നമീമത്ത്, ഏഷണിയാണ്. എന്താ കാരണം? ഫഇന്നഹു യഅമലു ഫി സഅത്തിൻ മാ ലാ യഅമലു സായിറു ഫി ശഹർ. ഒരു മാസക്കാലം ചെയ്തു തീർക്കാൻ കഴിയൂല ആരെക്കൊണ്ട്? സിഹ്ർ ചെയ്യുന്ന ആൾക്ക് അത്ര പണി എടുക്കേണ്ടി വരും. അത്രയും പണിയെടുത്ത് തീർക്കാൻ കഴിയാത്തതിന്റെ സമയമൊന്നും ആർക്ക് വേണ്ട? ഏഷണിക്കാരന് വേണ്ട. ഓന് 1 മണിക്കൂർ മതി ഒരു മാസത്തെ പണിക്ക്. അപ്പൊ ഒരു മാസം ചെയ്തു തീർക്കേണ്ട പണി, അല്ലാത്ത പണി പെട്ടെന്ന് കഴിക്കാൻ നമീമത്തുകാരനെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് സാഹിറിനേക്കാളും നാശകാരിയാണ് നമ്മാമ് എന്ന് പറയാൻ കാരണം. രക്തച്ചൊരിച്ചിലുണ്ടാക്കും ഏഷണി. അങ്ങനെയാണല്ലോ, എത്ര രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു ഏഷണി കൊണ്ട്. നഹബത്തിൽ അവ്വാല, സമ്പത്തിൽ കൊള്ളയുന്നു, നമീമത്തുകാരൻ കൊള്ളയും. വഹാജത്തിൽ ഫിത്തനുൽ ഇലാം, വലിയ വലിയതായിരിക്കുന്ന ഫിത്തനുകൾ ഇളകി പുറപ്പെടും. വഅഖ്റജത്തിൻ നാസ മിൻ ഔതാനിഹിം, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ പുറത്തിയോടിക്കും. ഇത് അല്ലാത്ത എന്തെല്ലാം വസാദുണ്ട് അതൊക്കെ ഉണ്ടാക്കി തീർക്കും ഏഷണി എന്ന് പറയുന്ന സാധനം. അത്രയും വലിയ ഗൗരവമുള്ള വിഷമാണ്, വിപത്താണ് ഏഷണി എന്ന് മനസ്സിലാക്കുക. വകാന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ലാ യസ്താ ബൈനൻ നാസി ബിൽ ഫസാദി, ജനങ്ങൾക്കിടയിൽ ഫസാദുമായി നടക്കുന്നവൻ അത് ഫസാദ് കൊണ്ട് ഉളരൂല. ഇല്ലാ വലതുൻ ബഗിയുൻ, തമ്മാടിയായ ഒരു കുട്ടിയല്ല, അതൊരു വിചാരത്തിലുണ്ടായ കുട്ടിയല്ലാതെ ആ കുട്ടിയാണ് ജനങ്ങൾക്ക് ഫസാദ് ഉണ്ടാക്കുക. കാരണം എന്തുകൊണ്ട്? അന്നഹു യുഹ്ലിക്കു നഫ്സു, അവൻ അവന്റെ സ്വന്തം നഫ്സ് നാശമാക്കുന്നു. വയുഹ്ലിക്കു അഖാഹു, അവന്റെ സഹോദരനെയും അവൻ നാശമാക്കുന്നു. വയുഹ്ലിക്കുല്ലദി അൻഹാ ഇലൈഹിൽ കലാമ, അവനിലേക്ക് സംസാരം എത്തിച്ചറ്റമാക്കി കൊടുക്കുന്നവനെയും ഇവൻ നാശാക്കും. അത്രയും വലിയ വിപത്താണ് ഈ വ്യഭിചാരത്തിലുണ്ടായ കുട്ടി എന്നർത്ഥം. അതാണ് ഊപ്പരഭിപ്രായം. ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുന്നു, മൻ നഖല ഇലൈക നഖല അൻക, നിന്നിലേക്ക് വേറെ ഒരാളുടെ കാര്യം ആര് ഉദ്ധരിച്ചു തന്നോ, ഈ ഉദ്ധരിച്ചു തരുമ്പോൾ ഇവനെ പറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവൻ നിന്നെ തൊട്ടും അങ്ങനെ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞാൽ കേട്ടിരിക്കും. എന്നിട്ടോ അതൊക്കെ രസമായി നമുക്ക് കാണാൻ തോന്നും. പക്ഷെ ഇവന്റെ പണി എന്താ? ആ വ്യക്തിയെ തൊട്ട് നമ്മോട് പറഞ്ഞില്ലേ, അതേമാതിരി നമ്മെ കുറിച്ചോ പറഞ്ഞു കൊടുക്കുന്നു മനസ്സിലാക്കണം. വമൻ മദഹക ബിമാ ലൈസ ഫീക, നിന്നിലില്ലാത്ത കാര്യം പറഞ്ഞ് നിന്നെ സുഖിപ്പിച്ചാൽ, നിന്നെ പുകഴ്ത്തിയാൽ, ഫലാതഅ്മൻ, നീ അവനെ നിർഭയത്തനാക്കണ്ട, വിശ്വസിക്കണ്ട. അയ്യതും മക്ക ബിമാ ലൈസ ഫീക, നിന്നിലില്ലാത്തതായിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവൻ നിന്നെ മോശമാക്കും. അങ്ങനത്തെ പണി അവന്റെ അടുത്തുണ്ടാവും. ആ കാര്യം നീ വിശ്വസ്തനെടുക്കണ്ട, നീ അവനെ വിശ്വസിക്കാതിരിക്കേണ്ട, അവനെ ചെയ്യുന്നു. അപ്പൊ നിർഭയത്തനാവണ്ടെന്ന് നീ വിശ്വസിച്ചോ,
അവൻ നിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ആക്ഷേപിക്കും. ശരി തന്നെയല്ലേ? ഇതൊക്കെ അനുഭവമാണല്ലോ. മഹാൻ പറയുന്നു, കേട്ടതുകൊണ്ട് വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട്. ആ കേട്ട കാര്യം കൊണ്ട് വർത്തമാനം പറയുന്നതിനേക്കാൾ അധികമായി സൂക്ഷിക്കേണ്ടത് ആരാണ്? മറച്ചു വെക്കുന്ന, ഒന്നും പറയാൻ ഉണ്ടാകെ നിൽക്കുന്നുണ്ടാവും. അവർ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അവർ നല്ലോണം പേടിച്ചു വന്ന്. എന്താ കാരണം? പൈന്നവൻ ഞെക്കുത്തുമോ, ഈ മറച്ചു വെക്കുന്ന വ്യക്തി എന്താണ്? യുസദ്ദിഖുന്നാസു, ജനങ്ങൾ വാസ്തവമാക്കും കൗലു, അവന്റെ വാക്കിനെ. അക്സറ, അധികവും അവന്റെ വാക്കിനെയാണ് ജനങ്ങൾ വിലയിരുത്തുക. ഇവിടെ അങ്ങനെ ഒന്നും പറയില്ലല്ലോ. അപ്പൊ അവനെ പറ്റി വിശ്വസിക്കും. എന്തുകൊണ്ട്? അലഹി, ഇവനൊരു നുണ പറയുക ഉണ്ടാവില്ല. അങ്ങനെ ഇവന്റെ മേലിൽ കളവ് അവർ മുഖാലായിട്ട് ദൂരായിട്ട് കണ്ടുപോകും. അങ്ങനെ കണ്ടതുകൊണ്ട് ഇവൻ പറയും സത്യമായിരിക്കുന്ന ധാരണ അവർക്ക് ഉണ്ടാവുക. അപ്പൊ ഈ മറച്ചു വെക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മൗനത്തിൽ ഇങ്ങനെ നടക്കും, പക്ഷെ ഇത്രണ്ടാവും. നീ ആരെ പറ്റി വിശ്വസിച്ചോ ആ വിശ്വാസമുള്ളവനെ പറ്റി ഒരു വചനം ഒരു വ്യക്തി നിന്നോട് സംസാരിച്ചേക്കാം. അങ്ങനെ തകല്ലമ ബിഹ, അതുകൊണ്ട് അവൻ സംസാരിച്ചു. അങ്ങനെ അഹ്റബദ്ദിയാറ, വീടാണ് കുട്ടിച്ചോറാക്കിയവൻ. ഇതായിരിക്കും ചില ആൾക്കാരെ പണി. അത്രയും വലിയൊരു അപകടം പിടിച്ച, നാശം പിടിച്ച സാധനമാണ് ഇതാണ് ഏഷണി എന്നുള്ളത്. ഫകാന അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലാ യഖ്ദിറു അലാ കത്മാനി മാ യസ്മു, കേൾക്കുന്നത് മുഴുവനും മറച്ചു വെക്കാൻ കഴിയുകയില്ല. ഇല്ലാമൻ സ്വഹന സബഹു, തറവാട് നന്നായവൻ ആരാണോ അവന് ഓനെ അത് നടക്കുള്ളൂ. കേട്ടത് മുഴുവനും മറച്ചേക്കാൻ കഴിവുള്ളത് ഓൽക്കുള്ളൂ. ഓൻ പറയാൻ പോകില്ല. അമ്മ വലതു സിന, അവൻ സിനയുണ്ടായ കുട്ടിയോ പൈന്നകുലായ എത്തതിയുൽക്കെത്തുമാൻ, മറച്ചു വെക്കുവാനെ കൊണ്ട് കഴിയൂല. ഓരങ്ങനെ വിളമ്പി നടക്കും. കാരണം അവന്റെ അടിത്തറ നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഫഖത്തറക ബഅദു ഇഖ്വാനി ഇബ്രാഹിം ഇബ്നു അദ്കം റഹിമഹുല്ലാഹു തആല, ഇബ്രാഹിം എന്നവരുടെ സഹോദരന്മാർ ചില ആൾക്കാർ ഉപേക്ഷിച്ചു. സിയാറത്തു ജമാൻ, ഒരുപാട് കാലം ഇബ്രാഹിം എന്നവരെ സിയാറത്ത് നടത്താൻ ഒഴിവാക്കി. പിന്നീട് സുമ്മജാഹു, പിന്നെ ആ ബഅദ് വന്നു ഇബ്രാഹിം എന്നവരടുത്തേക്ക് സന്ദർശകനായിട്ട് വന്നു. അങ്ങനെ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ചില ജനങ്ങളുടെ അഭിമാനത്തിലായിട്ട് ഇയാൾ വീണു ഇബ്രാഹിം എന്നോട് അടുത്ത് വെച്ച്. എന്ന് പറഞ്ഞാൽ ഈ ബത്ത് പറയാനോ നബിബത്ത് പറയാനൊക്കെ തുടങ്ങിയതിനർത്ഥം. അപ്പൊ വഖാലു ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം എന്നവര് അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഇൻ തറക സിയാറതക ലനാ, നീ നമ്മളെ സന്ദർശിക്കുന്ന ഈ സന്ദർശനം ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ, അങ്ങനെ ഒഴിവാക്കല്. അപ്പോ ഇന്ന തർക്ക സിയാറത്തിക ലന വനീമത്തുൻ, നമ്മളെ സന്ദർശിക്കുന്ന ഈ സന്ദർശനം ഉണ്ടല്ലോ അത് ഒഴിവാക്കലാകുന്നത് വലിയൊരു വനീമത്താണ് എന്നാണ്. അത് നല്ല സുഖമാണ്. മഗൽത്ത ഇലയ്യാഹി, എന്റെ സഹോദരനെ നീ എന്നെ കൊണ്ട് ദേഷ്യം വെപ്പിച്ചു. സുഗൽത്ത കൽബി, നല്ലൊരു ചിന്തയും വിട്ട് എന്റെ ഹൃദയത്തിന് തെറ്റി ജോലിയാക്കി. ഫയാൽ ലൈത്തക്ക, നീ ആയാൽ എത്ര നന്നായിരുന്നേനെ, ലം തസുർന ഈ ആദല്യോമി, ഇന്ന് ഈ ദിനം നീ നമ്മളെ സന്ദർശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേതാണ് മഹാൻ പറഞ്ഞു. അത്രയും വലിയ അപകടം ഉണ്ടാക്കി തീർത്തു നർത്ഥം. വകാന മൻസൂർ ഇബ്നു സാദാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി നിശ്ചയമായിട്ട് ഞാൻ ലഫീ ജിഹാദിൻ, വലിയൊരു യുദ്ധം തന്നെയാണ് ഞാനുള്ളത്. മാകുല്ലി മൻജാലസനി, എന്റെ കൂടെ ആര് വന്നിരിക്കുന്നുവോ ആയിരിക്കുന്ന ആൾക്കാരോടുകൂടെ വലിയൊരു സമരത്തിലാണ് ഞാനുള്ളത്. അത്തായുഹാരിക്കനി, ആ വന്ന ആള് എന്നെ വിട്ടുപിരിയുന്നത് വരെ ഞാൻ സമരത്തിലാണ്. കാരണം എന്താ അറിയോ? പൈന്നോ, നിശ്ചയമായിട്ടും അവൻ ലായക്കാതു യസ്ലമു മിൻ തബഇദി സ്വദീഖി ഇലയ്യ, എന്റെ കൂട്ടുകാരനെ എന്നെ കൊള്ളെ ദേഷ്യം പിടിപ്പിക്കലിനെ തൊട്ട് അവൻ രക്ഷപ്പെടാൻ എടുക്കയാകൂല, പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ വലിയ യുദ്ധത്തിലായി. അല്ലെങ്കിൽ
എന്നാൽ ഈബത്ത് പറഞ്ഞ ആളുടെ ആ ഈബത്ത് എത്തിച്ചു തരും. അങ്ങനെ എത്തിക്കല്ല തൊട്ടും ആ രക്ഷപ്പെടാൻ അടുക്കിയാകൂല, എത്തിച്ചു തരുള്ളൂ. അങ്ങനെ എന്തിന് അവസാനം പറയുന്നു കറബ മിന്ദാലിക്ക, അതിനാൽ വലിയൊരു വിഷമം എന്റെ മേൽ അയാൾ കെട്ടിക്കൂട്ടും, പ്രവേശിപ്പിക്കും. അത് ബുദ്ധിമുട്ടാണ്, കെട്ടിക്കൂട്ടല്ല കടത്തിവിടും. ഇതുകൊണ്ടാണ് ഞാൻ വലിയ സമരത്തിലായി എന്ന് പറഞ്ഞത്. മഹാൻ പറയുന്നു, നിങ്ങളെ സഹോദരന്മാരുടെ നന്മകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മോശമായ കാര്യത്തിനേക്കാൾ തിന്മയേക്കാൾ അധികമായി നന്മ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്യങ്ങളെ കൊണ്ട് പറഞ്ഞോളൂ എന്നായി. അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റത്തൊട്ട് നിങ്ങൾ മാപ്പ് നൽകുക എന്ന്. വക്കാന യഖൂലു, മഹാൻ പറയുമായിരുന്നു, എന്ത് മൻ അബ്ഹല്ല ബിഖൗലിന്നാസി, ജനങ്ങളുടെ വാക്കെടുത്തുകൊണ്ട് ആരെങ്കിലും കോപിച്ചാൽ, വഹബ്ബ ബിഖൗലിന്നാസി, അല്ലെങ്കിൽ ജനങ്ങളെ വാക്കെടുത്തുകൊണ്ട് ആരെങ്കിലും പ്രിയം വെച്ചാൽ, അസ്ബഹ നാദിമൻ അലാ മാ ഫഅല, അവൻ ചെയ്ത കാര്യം എന്താണോ അതിന്റെ മേൽ അവൻ ഖേദിക്കേണ്ടവനായിട്ട് വരും. അല്ലേ, ജനങ്ങളെ വാക്കെടുത്ത് കോപം വെച്ചാൽ എന്തേക്കാരം അപകടം ഉണ്ടാവാൻ പറ്റല്ലോ. അതുപോലെ ജനങ്ങളെ വാക്കെടുത്ത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടും കാര്യമല്ല. കാരണം എന്താ പറയുന്നത്, കടപ്പാട് വെച്ചുകൊണ്ട് അയാൾ മോശക്കാരനാണ്, നീതിമാനാക്കുക എന്നിത്യാദി കാര്യങ്ങൾ സംഭവിക്കൽ വളരെ കുറവല്ലേ ആണ്. അതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുക അസബീയത്തി, പക്ഷപാതം കൊണ്ട്, വഹവൻ നഫ്സ്, നഫ്സിന്റെ വികാരം കൊണ്ടൊക്കെ അത് ഉണ്ടാകുള്ളൂ, അല്ലാതൊന്നുണ്ടാവുന്നില്ല. ഖാലിദ് ബിൻ സഫ്വാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഏഷണിക്കാരനോട് നിങ്ങൾ ദേഷ്യം നല്ലോണം വെച്ചോളൂ. വൈകാന സ്വാദിക്കുന്നവൻ പറയുന്നത് സത്യമാണെങ്കിൽ പോലും ദേഷ്യം വേണം അവനോട്. എന്തുകൊണ്ട് അന്ന നമീമത്ത, നിശ്ചയമായിട്ടും നമീമത്ത് റിവായത്ത് അത് തന്നെ റിപ്പോർട്ടല്ലേ, അപ്പൊ സ്വീകരിക്കാൻ പറ്റും. ആ നമീമത്ത് സ്വീകരിക്കലോ ഇജാസത്തുന്നത് അനുമതിനിയുമാണ്, അങ്ങനെ വരും, അനുമതിയുമാണ്. അപ്പൊ വയസ്സിയൂർ കബൂലുഹ ശർറം മിൻഹാ, അവനെ സ്വീകരിക്കുക എന്നുള്ളത് നാശമായി പോയി, ആരേക്കാൾ, മറ്റുള്ളവരെക്കാൾ. അതാണ് അപ്പൊ മിൻഹ എന്ന് പറഞ്ഞാലേ ഈ നമീമത്ത് സ്വീകരിച്ചവനാകും അല്ലേ. അങ്ങനെ വരുമ്പോൾ ആ നമീമത്തിന് സ്വീകരിക്കലാകും ശർറം മിൻഹ, ഇജാസത്തിനേക്കാൾ കടുത്തതായി മാറും. അതുകൊണ്ട് വയലന്താലിക്കയാഹി, എന്റെ സഹോദര ഈ വിഷയം നീ അറിയും. എന്റെ സഹോദരന്മാരുടെയോ മറ്റുള്ളവരുടെ രഹസ്യം പരസ്യമാക്കലിനെ തൊട്ട് നീ സൂക്ഷിച്ചോ. ഹാർഹിയാദുസമാൻ, ഈ കാലഘട്ടം പറ്റൂല. വലാതക്കൊൽ, നീ പറയണ്ട, നീലം മഖ്സദിൽക്ക, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ പറയണ്ട. കാരണം എന്താ, ഇന്നക്ക നിശ്ചയമായിട്ടും നീ പിന്നെ ഖർണിലായത്തെ 10ാം നൂറ്റാണ്ടിലെ നടുത്ത 10ലാ നീ ഉള്ളത്, അല്ല 2ാമത്തെ പകുതിയിലാ പതുള്ളത്. അപ്പൊ എന്താണ്, ആ പകുതിയിൽ നീ സ്വാഹിബുൽ ഫിത്നി വൽ വറായിബി, ഫിത്നകളുടെ ഉടമസ്ഥനാണ് നീ. പരീബായ പല കഥകളും പറഞ്ഞ് അങ്ങനെ വെക്കുന്നവനാണ് നീ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിനോട് സ്തുതി.